ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 50-ാം വാർഷികമാണ് ഇന്ന്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ജനാധിപത്യ ധ്വംസനമെന്ന് ചൂണ്ടിക്കാട്ടി 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് തുടക്കമിടും. 1975 ജൂൺ 26 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടെന്ന വാർത്തയും കേട്ടാണ് അന്ന് രാജ്യമുണർന്നത്. തലേന്ന് രാത്രി ഏറെ വൈകിയായിരുന്നു രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ ഒറ്റ രാത്രി കൊണ്ട് പലതും മാറിമറിഞ്ഞു. പുലർച്ചെ 2-നും 4-നും ഇടയിൽ തന്നെ ഭൂരിഭാഗം പ്രതിപക്ഷ നേതാക്കളും അറസ്റ്റിലായിരുന്നു. മാധ്യമങ്ങൾക്കുമേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയപ്പോൾ മൗലികാവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 14, 21, 22 വകുപ്പുകൾ നിർവീര്യമാക്കി. ഇന്ത്യയിലെ സകല അധികാരങ്ങളും ഇന്ദിരാഗാന്ധി എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു. പല കാരണങ്ങളായിരുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ച തീരുമാനത്തിലേക്ക് ഇന്ദിരയെ നയിച്ചത്. സമ്പൂർണ്ണ വിപ്ലവത്തിനായുള്ള ജയപ്രകാശ് നാരായണന്റെ സമരാഹ്വാനത്തിനൊപ്പം രാജ്യത്തിന്റെ പല ഭാഗത്തും ശക്തമായ വിദ്യാർത്ഥി സമരങ്ങൾ, മറ്റ് പ്രക്ഷോഭങ്ങൾ. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് കേസിലെ അലഹബാദ് ഹൈക്കോടതി വിധി കൂടി എതിരായതോടെ അതുവരെ ഉണ്ടായിരുന്ന ഇന്ദിരയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെട്ടു. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്നും വിധിക്കപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രതിഷേധങ്ങളുടെ ശബ്ദം നേർത്തതായിരുന്നുവെങ്കിലും അത് പല കോണുകളിൽ നിന്നും പല രൂപത്തിൽ അരങ്ങേറി. ഭരണകൂട ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ചില മാതൃകകൾ തന്നെ ഉണ്ടായി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ കേരള മോഡൽ പ്രതിഷേധങ്ങൾ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. 1977 മാർച്ച് 21 പിൻവലിക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രം 15,000 രാഷ്ട്രീയ പ്രവർത്തകർ അറസ്റ്റിലായി. ഒടുവിൽ 1977 ഇന്ദിരാഗാന്ധി വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയുടെ പരിണിത ഫലമായി 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അത്ര എളുപ്പത്തിൽ മറക്കാനാകാത്തതും ഒരിക്കലും മറന്നുകൂടാത്തതുമാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ എന്ന അധ്യായം. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത സർക്കാർ സ്വന്തം പൗരന്മാർക്കു നേരെ അതിക്രമം നടത്തിയതിന്റെ ഓർമ്മ കൂടിയാണ് അടിയന്തരാവസ്ഥ കാലം. ന്യൂസ് ഡെസ്ക്, അമൃത TV.